നമ്മിപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് ഒരാഴ്ചക്കകം നൽകണം, അത് എത്ര ഏർലിയസ്റ്റ് എന്നാണ് പറയണേ. അങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു ദേശീയ വനിതാ കമ്മീഷനിലെ ഒരു അംഗം മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് അത് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള ഒരു BJP ഡെലിഗേഷൻ അത് കേന്ദ്ര ഈ വനിതാ കമ്മീഷനെ കാണുകയും ഇത്തരത്തിലൊരു നിവേദനം കൊടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലൊരു ട്രാജഡി എന്ന് പറയുന്നത് ഒരു ദിവസം മുന്നെയാണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ്, രാഷ്ട്രപതി ഈ രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിന്റെ മേൽ വലിയ വിധത്തിൽ അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അവർ സംസാരിച്ചത്. എന്നാൽ ആ ആശങ്കകളൊന്നും ഇതുവരെ നടന്ന ആശങ്കകളൊന്നും കാണാത്തത് മാതിരി ഇപ്പൊ തൊട്ടടുത്താണ് BJP ഭരിക്കുന്ന UP-യിൽ 2 കൊച്ചു പെൺകുട്ടികൾ അവര് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള കഥ പറഞ്ഞുകൊണ്ട് അവരുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതിന് ഒരാഴ്ച മുന്നെയാണ് കൽക്കട്ടയിലെ വിഷയമുണ്ടായി കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് ബീഹാറിൽ ഒരു 9ാം ക്ലാസ്സുകാരി കുടുംബത്തോടൊപ്പം അച്ഛനോടും അമ്മയോടും സഹോദരനോടും ഒക്കെ തന്നെ അവര് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ വീട്ടിലേക്ക് 5 ഗുണ്ടകൾ കടന്നുവന്ന് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയി ഈ 5 പേരും കൂട്ട ബലാത്സംഗം ചെയ്തതും ഈ ബീഹാറിലാണ്. അതൊന്നും തന്നെ ഈ വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുള്ളത് ആ വനിതാ കമ്മീഷൻ അവിടെ ഇരിക്കുന്നതിന്റെ ഒരു പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഒരു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു മെമ്മോറാണ്ടം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൌരവത്തിൽ WCCയുടെ മെമ്മോറാണ്ടം ലഭിച്ചതിനെ തുടർന്ന് വളരെ ഗൌരവത്തിൽ ആ വിഷയത്തെ കാണുകയും അതേ തുടർന്ന് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയും ചെയ്ത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് റിലീസാക്കിയതിനു ശേഷം ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ ഗൌരവകരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്താമോ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ വനിതാ കമ്മീഷൻ സത്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ള ഇത്തരത്തിലൊന്ന്. അതിന്റെ നിയമപരമായ വശങ്ങൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിൽ എനിക്കും കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇതാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഈ രാജ്യത്തെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണത്. അതിന് നേതൃത്വം നൽകുന്നവർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളിയിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു ഏജൻസിയായി കേന്ദ്ര വനിതാ കമ്മീഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയുടെ സ്ത്രീകളുടെ മുമ്പിലുള്ളത്, ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നിലുള്ളതെന്നുള്ളതാണ്. ഇത് ഈ രാജ്യത്തെ സ്ത്രീകളുടെ ഒരു ദുരന്ത സ്ഥിതിയെ കാണിക്കുന്ന ഒന്നാണ്.